അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നല്ലൊരു വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ മുന്നിൽ പറയുവാൻ പോകുന്നത്. അതിരാവിലെ എണീറ്റ് കുളിക്കുന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ അതിരാവിലെ എണീറ്റ് കുളിക്കുമ്പോൾ കിട്ടുന്ന 4 ഗുണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, അതിരാവിലെ എണീറ്റ് കുളിച്ചാൽ ഗുണങ്ങൾ കിട്ടുമോ എന്ന്. അതെ, തീർച്ചയായും 4 പ്രത്യേക ഗുണങ്ങൾ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ കാര്യം, ആ ദിനം നല്ല ഉന്മേഷമുണ്ടായിരിക്കും. സുബഹിക്ക് മുമ്പായി നമ്മൾ എണീറ്റ് കുളിച്ച് കഴിഞ്ഞാൽ അന്നേ ദിവസം നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷമുണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടക്കാം. മുഖസൗന്ദര്യം വർദ്ധിക്കും. മുഖസൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ പല കെമിക്കൽ ചേർന്ന പ്രോഡക്റ്റുകളും ഉപയോഗിക്കാറുണ്ട്. അവർക്ക് ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. തീർച്ചയായും മാറ്റം ഉണ്ടായിരിക്കുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ഇത് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ആ ദിവസം സിഹിർ കണ്ണേറ് ബാധിക്കുകയില്ല. അതെ, സുബഹിക്ക് മുൻപായിട്ട് നമ്മൾ കുളിക്കുകയാണെങ്കിൽ ആ ദിവസം നമുക്ക് സിഹിറുകളോ കണ്ണേറോ ബാധിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, കുളിച്ചാൽ മാത്രം മതിയോ എന്ന്. സുബഹിക്ക് മുൻപായി കുളിക്കുകയും സുബഹി നമസ്കാരം നിലനിർത്തുകയും വേണം. എന്നാലേ ആ സുബഹിക്ക് മുമ്പുള്ള കുളികൾ കൊണ്ടുള്ള പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. ഇല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞ ആ 2 കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഈ മൂന്നാമത്തെ ഗുണം, അതായത് സിഹിർ കണ്ണേറ് ബാധിക്കുകയില്ല. എങ്ങനെ? സുബഹിക്ക് മുൻപായി കുളിക്കുകയും സുബഹി നിലനിർത്തുകയും ചെയ്താൽ ഉറപ്പായും സിഹിർ കണ്ണേറിൽ നിന്ന് നമുക്ക് രക്ഷ നേടാവുന്നതാണ്. അതുകൊണ്ട് പരമാവധി ഈ കാര്യം കൃത്യമായി ഫോളോ ചെയ്യുവാൻ പരിശ്രമിക്കുക. അതുകൊണ്ടുള്ള പ്രയോജനം നേരത്തെ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ ഗുണകരമായേക്കാം. അടുത്തത് 4ാമത്തെ കാര്യമാണ്. ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ആ ദിവസം ചെയ്യുന്ന എല്ലാ പ്രാർത്ഥനകൾക്കും ഉത്തരം ലഭിക്കും. ഇത് ഗൗരവത്തിൽ എടുക്കേണ്ട പ്രധാനമായ ഒരു കാര്യമാണ്. കാരണം പലരും ചിന്തിക്കാറുണ്ട്, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാറില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഈ പ്രവൃത്തി ചെയ്യുകയും അതിനോട് അനുബന്ധിച്ച്, അതായത് ആ ദിവസം തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റബ്ബിനോട്, അതായത് സൃഷ്ടാവിനോട് ചോദിക്കുവാനുണ്ടെങ്കിൽ ഈ പ്രവൃത്തി പ്രവർത്തിക്കുകയും ആ സുബഹിക്ക് ശേഷം ആ കാര്യം മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചാൽ ഉറപ്പായും ആ ചോദിച്ച കാര്യത്തിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിന് സ്വഹാബാക്കൾ പോലും ഈ പ്രവൃത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പലരും ചിന്തിക്കാറുള്ള ഒരു കാര്യമാണ്, ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും എനിക്ക് ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളെക്കുറിച്ച് വിശദമായി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. പക്ഷേ അതിൽ ഒന്നാമത്തെ കാര്യം വിശദീകരിച്ച് പറയുന്നു എന്ന് മാത്രമേ ഇതിലുള്ളൂ. കാരണം എന്തെന്നാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, നമ്മൾ കഴിച്ച ഭക്ഷണം എല്ലാം ഹലാലായിരിക്കണം എന്നുള്ള കാര്യം ആരും മറന്നു പോകരുത്. ഹലാലായ ഭക്ഷണം കഴിക്കുകയും വസ്ത്രം ധരിക്കുകയും അതോടൊപ്പം തന്നെ 5 നേരത്തെ നമസ്കാരം നിലനിർത്തുകയും ചെയ്താൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രവൃത്തി കൂടെ ചെയ്തു കഴിഞ്ഞാൽ പ്രാർത്ഥന തട്ടുകയില്ല എന്നതാരും മറന്നു പോവാതിരിക്കുക. അതായത് ആ ദിവസം ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. എങ്ങനെയെന്നാൽ 5 നേരത്തെ നമസ്കാരം കൃത്യമായി നിലനിർത്തുകയും ആ നമസ്കാരത്തിന് ശേഷമുള്ള തനിച്ചിരുന്നുള്ള പ്രാർത്ഥനയിൽ നമുക്കെന്ത് കാര്യമാണോ നമ്മുടെ സൃഷ്ടാവിനോട് ചോദിക്കുവാനുള്ളത് അത് ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതലായ കാര്യത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു പോയ 4 കാര്യങ്ങൾ. ഈ 4 കാര്യം കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, പ്രാർത്ഥനയ്ക്കുള്ള നിബന്ധനകൾ വേറെ ഉണ്ട്, അതും പാലിച്ചുകൊണ്ട് ഇത് കൃത്യമായി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് എന്ത് ലഭിക്കും?
പടച്ച തമ്പുരാനിൽ നിന്ന് അതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് ഉന്മേഷം ഉണ്ടാകും. നമ്മുടെ ആ ദിവസത്തെ പ്രവൃത്തികളിൽ വളരെയധികം ആക്റ്റീവായിരിക്കുവാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ഉണ്ടാവുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഇത് നമ്മുടെ കുഞ്ഞു മക്കൾക്കും നിങ്ങൾക്കും ഒരു ശീലമാക്കി മാറ്റുവാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ്. ഇതൊരു ഗുഡ് ഹാബിറ്റ് ആയി കുട്ടികളെ പഠിപ്പിക്കുകയാണെങ്കിൽ അത് ഒരു നല്ല മാറ്റത്തിനും തുടക്കമായി മാറും. ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.